പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് എൻ്റെ ഒരു മുൻ അനുഭവമായിട്ട് വരേണ്ടത് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ആ തിരിച്ചറിവ് നൽകുന്ന സന്തോഷമാണ്. കാര്യം ഉടമ്പടി പോലെ ഇന്നത്തെ കാലത്തെ ഇതൊരു കാലഘട്ടത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ്. പലതരത്തിലുള്ള വ്യാകുലങ്ങളിലെ വെന്ത് നീറുന്ന മനുഷ്യനെ പെട്ടെന്ന് ദൈവവുമായി ഇടപെടാനും ദൈവത്തെ ആ വിഷയത്തിൽ ഇടപെടുത്താനും ബൈബിൾ നൽകുന്ന സുനിശ്ചിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഈ സുനിശ്ചിതമായ പദ്ധതി കൃപാസനത്തിൽ എൻ്റെ ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ അത് മരിയൻ ഉടമ്പടിയായിട്ട് കൺവേർട്ട് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യാം. മറ്റ് സാധാരണ ഉടമ്പടിയേക്കാളും കുറച്ചുകൂടി പ്യൂരിഫൈഡാണ്, കുറച്ചുകൂടി ട്രയൽ ആൻഡ് എററെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൂവൻ ഫാക്റ്റാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത് സാധാരണ ഉടമ്പടിയിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഞാൻ ദൈവ കൃപ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊള്ളാവുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി ഞാൻ ജീവിതം പുനഃക്രമീകരിച്ചു കൊള്ളാവുന്ന നമ്മൾ ദൈവത്തോട് പറയുന്നു. ചിലരത് സാങ്കേതികമായിട്ട് പറയും, ചിലർ സത്യസന്ധമായിട്ട് പറയും, ചിലർ വളരെ ഗൗരവമായിട്ട് പറയും. അത് ഓരോരുത്തർ എടുക്കുന്ന ഉടമ്പടിയുടെ ഒരു മൈൻഡ് സെറ്റാണത്. ചിലർ ഒക്കുമായിരിക്കും, ഒക്കണേ കൊള്ളാം, ദൈവത്തിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞെടുക്കും, അവരുടെ കാര്യത്തിൽ തീരുമാനമാകും അപ്പം തന്നെ. ചിലർ ഇതെൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ്, ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, ഇതെൻ്റെ അവസാനത്തെ ഒരു നടപടിയാണ്, ഇതിൽ ദൈവം എന്നെ സഹായിക്കും, കാരണം ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി ജീവിക്കും. അതാണ് കറക്റ്റ് പോയിൻ്റ്. ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി, ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ്, എനിക്കിതിനേക്കാൾ വലുതൊന്നും അറിയത്തില്ല, ഞാൻ വളരെ കർക്കശമായ രീതിയിൽ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തും എന്ന് പറഞ്ഞ് എൻ്റെ വിശ്വസ്തതയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും. ചില ആൾക്കാർ മരുന്നെടുക്കത്തില്ലേ, മരുന്നെടുക്കുമ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറിയില്ലെങ്കിൽ വന്നാൽ 1.5 കഴിച്ചേക്കാം, എങ്ങനെ പൂട്ടത് വിചാരിക്കും. പക്ഷെ അത് മരുന്ന് നമുക്ക് ഓവർഡോസ് എടുക്കുന്നത് അപകടം വരും. പക്ഷെ ഉടമ്പടിയിൽ ഓവർഡോസ് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. മരുന്ന് നമുക്ക് ഒരു പനി മാറത്തില്ല. ഞാൻ ഈ പാരാസെറ്റമോൾ രാവിലെയും കഴിച്ചാണല്ല, വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഒരെണ്ണം കഴിക്കും. അതുകൊണ്ട് ഇനി ഇത് മാറിയില്ലെങ്കിൽ എന്നാൽ 1.5 കഴിച്ചേക്കാം, ഒരു 5 mg കൂടി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും മരുന്ന് ഓവർഡോസ് എടുത്താൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് കേടാണ്, വിഷമായിട്ട് പോയ്സണായിട്ട് മാറും. പക്ഷെ ഉടമ്പടിയുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഈ ഉടമ്പടിയുടെ ഓവർഡോസാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ സത്യസന്ധതയുടെ ഒരു പ്രകടനമാണത് ഓവർഡോസ്. അത് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു ബുദ്ധിയുണ്ട്. കാര്യം ക്രിസ്തുവിൻ്റെ മൈൻഡ് സെറ്റ് ഓവർഡോസിലാണ് വരുന്നത്. എന്താണ് 5:46 എടുത്തേ, 5:46 മത്തായിയുടെ സുവിശേഷം. മത്തായി 5:46-47. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, പറഞ്ഞേ,
നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. സാധാരണ നോർമൽ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നോർമൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ അനുധാരികൾക്കനുസരിച്ച് നിങ്ങൾ ജീവിതം അതിനെ ക്രമീകരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും, എന്നെ അറിയാത്ത മനുഷ്യർ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇതിന് വാട്ട് ഈസ് യുവർ അലവൻസ് എന്ന് ചോദിക്കൂ. എന്നെ അധികം അറിയാത്ത ആൾക്കാർ നീ ചെയ്യണ പോലൊക്കെ തന്നെയാണ് ചെയ്യണത്. പിന്നെ നിനക്ക് എന്താണ് എക്സ്ട്രാ ക്ലെയിമും ചോദിക്കും. എക്സ്ട്രാ ക്ലെയിം, വിശേഷവിധിയും എക്സ്ട്രാ ക്ലെയിമും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പം എന്താ ചോദിക്കണത്? വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം മത്തായിയുടെ സുവിശേഷം എത്രാമത്തെ വാക്യമാണത്? ഇതിൻ്റെ ക്യാപിറ്റൽ ഇതിൻ്റെ വേർഡാണ്. മത്തായിയുടെ സുവിശേഷം 5:46-47. വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചൊല്ലുന്നത് ആണോ? അതാണ് പ്രശ്നം. ഇവിടുത്തെ മുഴുവനും ട്രാജഡി എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ പറയും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പറയും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരാണ്? അവന് ദൈവം ഇങ്ങനെ വഴങ്ങി വരും. എവിടെ വരാൻ? പിന്നെ നിൻ്റെ ഈ നാക്കിട്ട കളി കൊണ്ട് ദൈവം ഇങ്ങനെ ഒടിഞ്ഞു വരാൻ പോവുകയല്ലേ? അതാണ് ബൈബിൾ പറയണത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെല്ലുന്നതെന്നല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കർണക്കൊന്ത 101 പ്രാവശ്യം ചൊല്ലി, പ്രത്യക്ഷപാഠം 30 പ്രാവശ്യം ചൊല്ലി. വിശേഷവിധിയായി ചൊല്ലിക്കൂട്ടിയിട്ട് ദൈവത്തെ വഴക്കാമെന്ന് വിചാരിക്കരുത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ചെല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ്. ഉടമ്പടി സാധാരണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ് ചെയ്യുന്ന പദ്ധതിയാണ്. ദൈവികമായ ശുശ്രൂഷ ചെയ്യണം. ഇനി ചെയ്യേണ്ടി വരുമ്പോൾ എന്താ, ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 ഇന്ധനങ്ങൾ വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 3 ക്വാളിറ്റി വേണം, 3 കപ്പാസിറ്റി വേണം. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ക്ലിയർ അല്ലേ? എൻ്റെ പേര് നീതി, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരണേ. ഓൺലൈനിൽ 2023 ഉടമ്പടി എടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ 90 ഡേയ്സ് മുന്നേ ഏപ്രിൽ 17 ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. ഇന്ന് റിന്യൂ ചെയ്യാൻ വന്നതാണ്. 8 വർഷമായിട്ട് എനിക്ക് സൈനസിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. തലവേദന കൂടിയിട്ട് ഛർദ്ദിക്കുമായിരുന്നു. പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഞാൻ നിർത്തി. അതിനുശേഷം ഒരു ദിവസം ഉടമ്പടി തൈലം ഉപ്പും കൈ വിരിച്ച് പിടിച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വിരിച്ച് പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ടോയ്ലറ്റിൽ ഇങ്ങനെ പോയിട്ട് മൂക്ക് ചീറ്റിയപ്പോൾ ചെവിയിൽ നിന്ന് ഒരു പസ് പോലൊരു ഇത് വന്നു. കോട്ടനല്ല പസ്സും അല്ലാത്ത രീതിയിലൊന്ന് വന്നു. അതിനുശേഷം തലവേദന ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 6 മന്ത്സായി മാറി കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഷെയർ മാർക്കറ്റിൽ എനിക്ക് നന്നായി ലോസ് വന്നിരുന്നു. ഓൾമോസ്റ്റ് ക്യാപിറ്റൽ ഫുൾ പോണ മാതിരിയായിരുന്നു. ഞാൻ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ബ്രോക്കർ അതിൽ പ്ലഡ്ജ് ചെയ്ത് ഷെയറുകൾ ബൈയും സെല്ലും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് റഷ്യ-ഉക്രൈൻ വാർ വന്നപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ല് ചെയ്ത് ലോസ് മുഴുവനും അക്കൗണ്ടിലിട്ടു. പിന്നെ ഞാൻ ഉടമ്പടി തൈലം ഇട്ടിട്ടാണ് എന്നും കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ട്രേഡ് ചെയ്തിരുന്നത്. അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഇത് പ്രകാരം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം ലോസ് റിക്കവറായി ഒരു 4 ടൈംസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഗോവയ്ക്ക് ഞങ്ങൾ മൂന്നാമതായിട്ട് ഗോവയ്ക്ക് ഞങ്ങൾ ഫാമിലിയായിട്ട് പോണ സമയത്ത് കാറിൻ്റെ ടയർ പഞ്ചറായി. നോർമൽ ബാംഗ്ലൂർ ടു ഗോവ പോണ വഴിക്ക് സാധാരണ പോണ റൂട്ടല്ല. അന്ന് എന്തോ റോഡ് കൺസ്ട്രക്ഷൻ കാരണം അവർ ഒരു വഴിക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ അവരുടെ ഹെയർ പിൻ ട്രെയിനിങ്ങുകളായിരുന്നു. അപ്പോൾ ടയർ പഞ്ചറായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ടയർ മാറ്റാൻ അറിയില്ല. വോൾക്സ് വാഗൺ ആയതുകൊണ്ട് ടയർ ഏത് സൈഡിലേക്ക് അത്
ടേൺ ചെയ്യണമെന്ന് ഹസ്ബൻഡിന് അറിയില്ലായിരുന്നു. അവിടെ ഇൻ്റർനെറ്റ് റേഞ്ചും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് രൂപം കയ്യിലുണ്ടാവും, ഉടമ്പടി തൈലം എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് പോണത്. കുറേ വണ്ടികൾ ട്രക്കുകൾ പോയെങ്കിലും കാടിൻ്റെ നടുക്കായിരുന്നു. 2:30 AM ആയിരുന്നു. അപ്പോൾ കുറേ വണ്ടികൾ പോയെങ്കിലും ആരും നിർത്തിയില്ല. പിന്നെ അവസാനം ഒരു വണ്ടിയിൽ ഒരു ഫാമിലി ആയിട്ട് വന്ന് ഒരു ഹസ്ബൻഡും വൈഫും ആളുടെ മോനും വൈഫും ഉണ്ടായിരുന്നു. അവർ ടയർ മാറ്റിയിട്ട് വന്നു. നമ്മൾ വെറുതെ ടോർച്ച് അടിച്ച് കാണിച്ചോളൂ, മൊബൈലിലെ ടോർച്ച്. അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു സംരക്ഷണം അവിടെ വെളിപ്പെട്ടു. 2:30 നേരമായിരുന്നു വെളുപ്പിന്. 4ാമതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഹസ്ബൻഡ് മരിച്ചതുണ്ടായിരുന്നു. അവൾക്ക് 3 കുട്ടികളാണ്. അപ്പോൾ അവൾക്ക് ഫിനാൻഷ്യലി ഭയങ്കര പുറകോട്ടായി. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. പിന്നെ എന്നെക്കൊണ്ട് പറ്റാണ്ടായപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മന്ത്ലി 10,000 വെച്ച് ഞങ്ങളൊരു 2.5 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി അവളുടെ മോള് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് ഇതിനുള്ള ടിക്കറ്റിനുള്ള പൈസയും കൂടി A1 A2 പാസ്സായി, B1 B2 ഫീസും ടിക്കറ്റിനുള്ള പൈസയും കൂടി ഇനി കളക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ പത്രവിതരണം പള്ളിയിൽ, ഞങ്ങൾ ബാംഗ്ലൂർ പള്ളിയിൽ കൊടുക്കുമ്പോൾ കന്നഡ ഇംഗ്ലീഷൊന്നും തികയാറില്ല. ഇവിടെ നിന്ന് എത്ര കൊണ്ടുപോയാലും ആളുകൾ കിട്ടിയില്ല എന്ന് കംപ്ലൈൻറ്റ്. പിന്നെ അവർ കോപ്പി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പത്രം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ പത്രത്തിലും കുരിശ് വരച്ചിട്ടാണ് കൊടുക്കാറ്. പിന്നെ ഉടമ്പടി പ്രെയർ, പ്രഭാത പ്രാർത്ഥനയായാലും സായാഹ്ന പ്രാർത്ഥനയായാലും ഞാൻ രാത്രി എപ്പോഴേ എണീക്കണേ ആ സമയത്ത് ക്യാൻഡിൽ കത്തിച്ച് ഏത് ടൈമിലായാലും ചെല്ലുമായിരുന്നു. പിന്നെ 5:30 വീണ്ടും ചെല്ലും. മാതാവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി. ഒരു പ്രാവശ്യം രാത്രി ഞാൻ കൊന്തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ ഒരു ലാവൻഡറും അല്ല ജാസ്മിനും അല്ലാത്തൊരു സ്മെല്ല് വന്നു ഒരു രഹസ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ റൂം ഫുള്ള് എല്ലായിടവും സ്മെല്ല് ചെയ്ത് നോക്കി. അപ്പോൾ ഒന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ രഹസ്യം കഴിഞ്ഞ് 3ാമത്തെ രഹസ്യം വന്നപ്പോൾ വീണ്ടും ആ സ്മെല്ല് വന്നു. കുറച്ച് ഒരു 10-20 സെക്കൻഡിന് ഭയങ്കര ഒരു തണുപ്പ് പോലെ, ഒരു മാതാവിൻ്റെ ഭയങ്കര ഒരു അപ്പിയറൻസും ഒരു ഫീലിംഗ് വന്നു, പ്രസൻസ് ഫീൽ ചെയ്തു. പിന്നെ നിരവധിയായ അനുഗ്രഹങ്ങൾ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പാല് സ്റ്റൗവിൽ വെച്ചിട്ട് പോയി ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓർത്തത് പാല് സ്റ്റൗവിലാണ്, ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കണതെന്ന്. പിന്നെ ലിഫ്റ്റ് കറണ്ട് പോയിട്ട് ഞാൻ ബേസ്മെൻറ്റിലേക്ക് പോയി. ആ നേരം കൊണ്ട് പാല് ഫുൾ തിളച്ച് താഴെ എല്ലാം പോവായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബേസ്മെൻ്റ് എത്തി ഒരു 1 മിനിറ്റ് കഴിഞ്ഞ് ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് 12th ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. 12th ഫ്ലോർ എത്തി. ഞാൻ ഡോറ് തുറന്ന് കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാലൊരു ബോളായിട്ട് നിൽക്കണം. എന്താ ഒരു ഡ്രോപ്പ് പോലും പോയില്ല. എന്താ പറയുക, തീ ഫുൾ ഫ്ലെയിമിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. 1000 നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അലീന ജോസഫ്. ഞാൻ വരുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ തുലാപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഞാൻ ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനിവിടെ ആദ്യം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ജർമ്മനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോയ വിദ്യാർത്ഥിയാണ്. ജർമ്മനിയിൽ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് 2 കൈയിലും ഒരു അലർജി പോലെ വന്നു. ഭയങ്കര ചൊറിച്ചിലായിരുന്നു. രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ നല്ല ചൊറിച്ചിലാണ്. എന്നിട്ട് അതിങ്ങനെ പൊട്ടുന്ന പോലെ വന്നു. അപ്പം ഞാൻ അവിടെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തന്നു. അത് ഞാൻ പുരട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഈ സ്കിന്നിലെ അലർജി ഭയങ്കര കൂടുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം എൻ്റെ മമ്മി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. മമ്മി ഇവിടെ 13/5/24 വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അപ്പം മമ്മിയോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഈ അലർജിയുടെ കാര്യം ഒരു നിയോഗമായിട്ട് എഴുതണമെന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡെയിലി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഈ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അലർജി പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ അതിൻ്റെ ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ 2 കൈയിലും. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ പപ്പയും മമ്മിയും ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്തതിന് വേണ്ടി വേറൊരു ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിച്ചിരുന്നു. 3 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അത് വാങ്ങിച്ചിരുന്നത്. പക്ഷേ അത് 3 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അത് പിന്നെ വലിയൊരു ബാധ്യതയിലേക്ക് പോയി. ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അതും അമ്മ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഒരു നിയോഗമായിട്ട് എഴുതിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട്
ആ ക്യാഷ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക് ജർമ്മനിയിലെ എൻ്റെ വീസ ഈ 2025 ഫെബ്രുവരിയിൽ തീർന്നു. അപ്പം നമ്മൾ പുതുക്കേണ്ട സമയമാണ്. അപ്പോൾ പുതുക്കാനുള്ളത് ഞാൻ ജാനുവരിയിൽ തന്നെ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എൻ്റെ പുതിയ വീസ കിട്ടാൻ. അങ്ങനെ ഏപ്രിൽ മാസം എൻ്റെ അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പുതിയ വീസ ഉണ്ടെങ്കിലേ ആ കോഴ്സ് എനിക്ക് ക്ലാസ്സിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ആംറ്റിൽ ഞാൻ വിളിക്കുകയും മെയിൽ അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരെന്നോട് എപ്പോഴും പറയുന്നത് നീ വെയിറ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ എനിക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടായി. കാരണം 1-ാം തീയതി ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടായിരുന്നു എൻ്റെ വിഷമം. അപ്പം ആ സമയത്ത് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നീ ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിക്കുക. അതുവരെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടുന്ന ഒരാളായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛൻ്റെ ബുധനാഴ്ചത്തെ ധ്യാനമുണ്ട്, നമ്മൾ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, അപ്പോൾ ഡെയിലി ബ്രെഡും കൂടണോ, അങ്ങനെ ഒരു സംശയത്തിലായിരുന്നു. പക്ഷെ അന്ന് മമ്മി എന്നോട് പറഞ്ഞിട്ട് മമ്മി എനിക്കത് വാട്സപ്പ് വഴി അയച്ചു തന്നു. അന്നത്തെ ആ ഡെയിലി ബ്രെഡ് ഞാൻ കൂടി. അത് കൂടിയപ്പോൾ അത് ശരിക്കും എൻ്റെ ലൈഫിലെ കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നതെന്ന് എനിക്ക് തോന്നി. അതൊരു വലിയൊരു ദൈവാനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ ലൈഫിൽ ദൈവം ഇടപെടുന്നില്ല എന്ന് നമ്മൾ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുന്ന സമയം അത് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ പിന്നീട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കുറ്റപ്പെടുത്തലുകളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൻ്റെ 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ പുതിയ വിസ എനിക്ക് അടിച്ചു കിട്ടി. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അനിയത്തിക്ക് +1 നല്ലൊരു അഡ്മിഷൻ കിട്ടണമെന്നുള്ളതായിരുന്നു. അതും മമ്മിയുടെ ഒരു നിയോഗമായിരുന്നു. അതുവഴി അവൾക്ക് +1 നല്ലൊരു അഡ്മിഷൻ കിട്ടി. അവളിപ്പോൾ +2 പഠിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ മമ്മി എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാർത്ഥനകൾ 5 മണിക്ക് 5:30 പ്രാർത്ഥന ചൊല്ലുകയും വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലുകയും പപ്പായും മമ്മിയും അനിയത്തിയും അവർ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുകയും ഞാൻ ജർമ്മനിയിൽ എൻ്റെ സമയത്തിരുന്ന് ഞാൻ അവിടെ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ കൃപാസനം പത്രം ബസ് സ്റ്റാൻഡിലും പിന്നെ ആശുപത്രികളിലും ഒക്കെ കൊണ്ട് കൊടുത്തിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ പേഷ്യൻസിനും എൻ്റെ കയ്യിലുള്ള ജർമ്മൻ പത്രം കൊടുക്കുമായിരുന്നു. അവരോട് ഇവിടുത്തെ കൃപാസനത്തിൽ അമ്മയെക്കുറിച്ച് പറയുമായിരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറയുമായിരുന്നു. പിന്നെ പൊതിച്ചോറൊക്കെ ഞങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമായിരുന്നു. പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ 2022 ഉടമ്പടി എടുത്ത ആളാണ്. അതിനുശേഷം എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരുപാട് പുരോഗതികൾ എനിക്കുണ്ടായിട്ടുണ്ട്. നേരത്തെ ജപമാലയൊക്കെ ചൊല്ലാനിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോകുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി എനിക്കത് ചൊല്ലാൻ സാധിക്കുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ജോസഫീന സിൽവസ്റ്റർ. ഞാൻ കൊച്ചി രൂപതയിലെ കൊമ്പളങ്ങി സേക്രഡ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ 2 ബ്രസ്റ്റിലും 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒക്കെയുള്ള മുഴകളും, നക്ഷത്രം പോലെ 2 ബ്രസ്റ്റിലും നിറയെ മുഴകളും വന്നു. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്ത് 2 ബ്രസ്റ്റിലും എടുത്ത് കളയണത് നക്ഷത്രം പോലെ ഉള്ളതുകൊണ്ട് പെറുക്കി കളയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും 2 ബ്രസ്റ്റും ഒരേ സമയം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, എന്നിട്ടത് എടുത്ത് കളയുക തന്നെ വേണം, മരുന്നില്ല. അപ്പോൾ 2019 അതിനു വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്, ഏപ്രിൽ മാസം. അതിനുശേഷം എനിക്ക് ആകെ ഒരു വിഷമതയിലായി. അതൊന്നും സംഭവിക്കണില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ തൈക്കാട്ടിശ്ശേരി പള്ളിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ദൈവം എന്നെ അനുവദിച്ചു. ആ സമയത്ത് അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ദിവ്യസക്രാരിക്ക് മുമ്പിൽ എന്നെ മുട്ട് കുത്തിച്ച് നിർത്തി വിശ്വാസ പ്രമാണം ചൊല്ലിക്കോളാൻ പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു.
വീണ്ടും അത് വലുതാകുന്നത് പോലെയൊക്കെ സംഭവിച്ചു. ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു സംശയമുണ്ട്, ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം, അപ്പോൾ നമ്മൾ ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ സംശയം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അച്ഛനെ കാണാനുള്ള ഒരു ടോക്കൺ കിട്ടി. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. ഇങ്ങനെ ക്യാൻസർ ആണോ എന്ന് സംശയം പറയുന്നു വെച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറഞ്ഞില്ല. അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പോയി. പിന്നെ അത് ബയോപ്സിക്ക് അയച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ കാലമായി. പിന്നെ 2 വർഷം കൊറോണ കാലമായിരുന്നു. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ് കൊറോണ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ കാലത്ത് ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ 2 ബ്രസ്റ്റിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. 2 വർഷം കൊറോണ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തോ ഒരു ചേഞ്ച് കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഓപ്പറേഷൻ വേണ്ട, ഒരു 2 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 മാസം പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വൈറ്റമിൻ ഗുളിക കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻ ഗുളിക മാത്രം തന്നു. എന്നിട്ട് 1 മാസം ഒരു മെഡിസിനും എടുക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വരണം. അങ്ങനെ ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഒരു സ്കാനിങ്ങിൻ്റെ ആവശ്യം പോലും ഇല്ല, അതുകൊണ്ട് 2 ബ്രസ്റ്റിലെയും എല്ലാ മുഴകളും മാറിയിരിക്കുന്നു, അപ്പോൾ ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം നൽകിയ ദൈവമാതാവിനും തിരുകുമാരനും ദൈവപിതാവിനും അനന്തകോടി നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം, കൃപാസനം പേപ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ഇന്ന സ്ഥലത്തൊന്നുമില്ല, വീടുകളിൽ കൊടുക്കും, കടകളിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക്. ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് 3 കെട്ട് വാങ്ങണം എന്ന് തോന്നി. അപ്പം ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ ഓർത്ത് മാതാവ് ഇതിനിപ്പോൾ വാങ്ങിപ്പോയി ഇനി എന്താ ചെയ്യുമെന്ന്. ആ സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്തൊക്കെ കുറച്ച് പേർക്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ചേച്ചിക്ക് പൈസ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചേച്ചിക്ക് വാങ്ങി കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഒരു കെട്ട് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ വളരെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, തേന്, കൊന്ത, എല്ലാ സാധനങ്ങളും ഞാനിവിടെ നിന്ന് വാങ്ങും. അപ്പം ചിലവരെയൊക്കെ കാണുമ്പോൾ ഇത് കൊടുക്കണം എന്നെൻ്റെ ഉള്ളിൽ പറയും. അത് ക്രിസ്ത്യനാകാം, നോൺ ക്രിസ്ത്യനാകാം. മിക്കവാറും എല്ലാവരെയും കാണുമ്പോഴേ മാതാവിനെക്കുറിച്ച് പറയണം എന്നെൻ്റെ ഉള്ളിൽ പറയും. അതുമാത്രമല്ല, ഞാൻ ചിലപ്പോൾ പറയും, ഞങ്ങളോട് പറയും, ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ പറയേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ എല്ലാവരോടും, ഞാൻ കാണുന്ന എല്ലാവരോടും ഉള്ളിൽ പറയേണ്ടവരൊക്കെ പറയണം എന്നുള്ള എൻ്റെ മനസ്സിൽ നിന്ന് പറയാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതുപോലെ പലരും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.